നമസ്കാരം. പതഞ്ജലിയുടെ അഷ്ടാംഗ യോഗ അല്ലെങ്കിൽ രാജയോഗ, അതിൽ 8 അംഗങ്ങളാണുള്ളത്. അത് സൂചിപ്പിക്കുന്ന മന്ത്രമാണ് രണ്ടാമത്തെ അധ്യായമായ സാധന പാദ, അതിലത്തെ 29ാമത്തെ മന്ത്രം. അതൊന്ന് നോക്കാം. യമ നിയമാസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധിയോ അഷ്ടാവങ്കാനി. ഇതാണ് 8 സ്റ്റെപ്പുകൾ പറയുന്ന മന്ത്രം. യമ നിയമ ആസന പ്രാണായാമ. ഈ ആദ്യത്തെ 4 ബഹിരംഗ യോഗം എന്നാണ് പറയുക. അത് നമ്മുടെ ശരീരം പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. തുടർന്നുള്ളത് നമ്മുടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ, ഏകാഗ്രതയിൽ എത്തിക്കാൻ വേണ്ടുന്ന, അല്ലെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടുന്ന ഘട്ടങ്ങളാണ്. അതിനെ അന്തരംഗ യോഗ എന്നാണ് പറയുക. അതിൽ ധാരണ എന്താണെന്ന് നോക്കാം. അതിൻ്റെ മന്ത്രം ഇതാണ്: ദേശബന്ധഃ ചിത്തസ്യ ധാരണ. ദേശബന്ധഃ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്ലേസ്, ഏതെങ്കിലും ഒരു പോയിന്റ്, ഒരു ദേശം, ഒരു സ്ഥലം, ഒരു പ്രത്യേക സ്ഥലത്ത് ബന്ധഃ, മനസ്സിനെ ബന്ധിപ്പിച്ച് നിർത്തുക. ദേശബന്ധഃ ചിത്തസ്യ ധാരണ. മനസ്സിനെ ഏതെങ്കിലും ഒരു പോയിന്റിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തുക. അത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമാവാം. മൂക്കിൻ്റെ അഗ്രമാകാം, അല്ലെങ്കിൽ നെറ്റിത്തടമാകാം, അല്ലെങ്കിൽ ഹൃദയമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും സൂക്ഷ്മമായ പ്രകാശം പോലെയുള്ള എന്തെങ്കിലും ഒരു വസ്തുവാവാം, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പുറത്തുള്ള ഏതെങ്കിലും ഒന്നുമായിട്ട്, സ്പേസ് അല്ലെങ്കിൽ ആകാശം അല്ലെങ്കിൽ ചന്ദ്രൻ, ഇങ്ങനെ ഏതെങ്കിലും ഒന്നിനെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ധാരണ എന്ന് പറയുന്ന ഘട്ടം അതാണ്. അത് ഏകാഗ്രത ഉണ്ടാക്കണം. ഒന്നിൽ തന്നെ, ഒരു വസ്തുവിൽ തന്നെ മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ടേയിരിക്കുക. ആദ്യമൊക്കെ അത് വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കും, പിന്നെ വളരെ ഈസി ആയിരിക്കും. നമ്മൾക്ക് എത്ര നേരം വേണമെങ്കിലും ഒരു വസ്തുവിൽ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കാം. ആദ്യം ധാരണ ചെയ്യുന്ന ഒരാൾ നിരവധി ചിന്തകൾ വരുന്നതായി കാണാം. അതൊക്കെ തുടക്കത്തിൽ അങ്ങനെ ഉണ്ടാവും. പക്ഷേ തുടർച്ചയായ പ്രാക്ടീസിലൂടെ മാത്രമേ അത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കൂ. സതു ദീർഘകാല നൈര്യന്തര്യ സത്കാരോ സേവിതോ ദൃഢഭൂമിഹ എന്നാണ് പറയുന്നത്. അത് സ്ഥിരമായി ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഇത് പെർഫെക്റ്റ്